ഇ കെ കുടുംബത്തിനെതിരെ കടുത്ത വ്യാജ ആരോപണങ്ങളുമായി കൂടത്തായി ഫൈസി. ഇ കെ എന്ന പേര് ചേളാരി വിഭാഗം ഉപയോഗിക്കരുത് എന്ന തലക്കെട്ടിൽ ഇ കെ ഹസൻ മുസ്ലിയാരുടെ മകന്റെ സംഭാഷണം KMIC ന്യൂസ് പുറത്തുവിട്ടതോടെയാണ് കൂടത്തായി ഫൈസി ഇ കെ കുടുംബത്തിനെതിരെ തികച്ചും സത്യവിരുദ്ധ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. ഷംസുൽ ഉലമയുടെ കുടുംബത്തെക്കുറിച്ച് അല്പജ്ഞാനം പോലുമില്ലാത്ത കൂടത്തായി ഫൈസി ഷംസുൽ ഉലമക്ക് പുതിയ സഹോദരനെ അദ്ദേഹത്തിന്റെ വക ക്രിയേറ്റ് ചെയ്തു എന്നതാണ് രസാവഹം. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളവറുകളുടെ അനിയന്മാർ മുഴുവനും സഹോദരന്മാർ മുഴുവനും ശംസുൽ ഉലമയുടെ ആശയത്തെ അംഗീകരിച്ചവരായിരുന്നു. ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ മഹാനവറുകളുടെ കൂടെ ജീവിച്ചവരൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയത്തെ സ്വീകരിച്ചവരാണ്. സമസ്തയിൽ നിന്ന് കാന്തപുരം വിഭാഗത്തെ പുറത്താക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടവരാണ് അധികം സഹോദരന്മാരും. ശംസുൽ ഉലമയുടെ അനിയന്മാരായ ഇ കെ അബ്ദുറഹിമാൻ, അതേപോലെ ഇ കെ ഉസ്മാൻ. ഷംസുൽ ഉലമയുടെ സഹോദരന്മാരിൽ ആദ്യമായി എണ്ണിയത് ഇ കെ അബ്ദുറഹ്മാൻ എന്ന പേരാണ്. എന്നാൽ ഷംസുൽ ഉലമക്ക് അങ്ങനെയൊരു സഹോദരൻ ഉണ്ടോ? ഇ കെ ഹസൻ മുസ്ലിയാരുടെ മകൻ പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പേര് ഇ കെ അബ്ദുറഹ്മാൻ കാമിൽ സഖാഫി. മുമ്പ് KMICയിൽ ഇ കെ കുടുംബം ചെറുതായി വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വോയിസ് വിട്ടിരുന്നു. ആ വോയിസിന്റെ മറുപടി എന്നോണം കൂടത്തായിക്കാരൻ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വകയായി ഇ കെ കുടുംബം വിശദീകരിക്കുകയാണ്. അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇ കെ കുടുംബം. ഞാൻ വിശദീകരിച്ചതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇ കെ കുടുംബത്തെ പറ്റിയിട്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇ കെ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ അഞ്ചന്മാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ അനിയന്മാരായിട്ട് അദ്ദേഹം ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഇ കെ അബ്ദുറഹ്മാൻ എന്നാണ്. അല്ലയോ കൂടത്തായി, അങ്ങനൊരു അഞ്ചന് ശംസുൽ ഉലമക്ക് ഇല്ല. ശംസുൽ ഉലമക്ക് ഇ കെ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു അനിയനില്ല. നീ ഒന്ന് ഇ കെ കുടുംബത്തെ പറ്റി ഒന്ന് പഠിക്ക്. ഇ കെ കാരൻ എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇ കെ കുടുംബത്തെ പറ്റി ഒന്ന് പഠിക്കണ്ടേ? ഇ കെ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ആശയം ആദർശം നിങ്ങൾക്കില്ല, അതുറപ്പാണ്. വഹാബികളോട് കർശനമായിട്ട് നിലപാട് വെച്ചു പുലർത്തിയ, വഹാബികളെ പറ്റിയിട്ട് 60ാം വാർഷികത്തിൽ ശംസുൽ ഉലമ പ്രസംഗിച്ച പ്രസംഗമൊക്കെ നിങ്ങൾ കേൾക്കണം. കൂടത്തായിക്കാരൻ കേൾക്കണം, എല്ലാവരും കേൾക്കണം, SK കാരൊക്കെ കേൾക്കണം. കാഷ്ടം വേറെയാക്കട മൂത്രം വേറെയാക്കട എന്ന് പറഞ്ഞിട്ട് കാഷ്ടത്തോടും മൂത്രത്തോടുമാണ് ശംസുൽ ഉലമ ഉപമിച്ചത്, വഹാബികളെ ഉപമിച്ചത്. എന്നിട്ട് അവരെയാണ് കൂട്ടി നടക്കുന്നത്, അവരെയാണ് ചായസൽക്കരിക്കുന്നത്, അവര് മരിച്ചതിന് വേണ്ടിയാണ് നിങ്ങൾ അനുശോചനം അറിയിക്കുന്നത്. എന്നിട്ട് ഈ ഇവിടെ വലിയ നഷ്ടമാണെന്ന് പറയുന്നത്. നിങ്ങളെങ്ങനെയാണ് മക്കളെ ശംസുൽ ഉലമാന്റെ അനുയായികളാവുക? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ആശയം ഏതായാലും ഇല്ല, ഏറ്റവും ചുരുങ്ങി കുടുംബത്തെ പറ്റിയെങ്കിലും ഒന്ന് പഠിക്കണം. ശംസുൽ ഉലമാന്റെ അഞ്ചനായിട്ട് കൂടത്തായിക്കാരാ നീ പരിചയപ്പെടുത്തിയത് ആരെയാ പരിചയപ്പെടുത്തിയത്? ഇ കെ അബ്ദുറഹ്മാൻ. അങ്ങനെ ഒരു അഞ്ചനില്ല. ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അഹ്മദ്, ഹസൻ, അബ്ദുള്ള, ഇങ്ങനെയാണ് പോകുന്നത്. പഠിച്ചു വെച്ചോട്ടോ. ഒന്നും അറിയാതെ എന്തോ വിളിച്ചു പറയുക. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്താണ്? ശംസുൽ ഉലമാന്റെ കുടുംബത്തെ പറ്റി അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇവിടെ പെമ്മക്കളെ ഭർത്താക്കന്മാരെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ മകളുടെ ഭർത്താവ്, രണ്ടാമത്തെ മകളുടെ ഭർത്താവ്, മൂന്നാമത്തെ മകളുടെ ഭർത്താവ്, അങ്ങനെ മകളുടെ ഭർത്താക്കന്മാരെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, അല്ലാതെ മകന്റെ മക്കളെ പറ്റിയിട്ടല്ല. മകളുടെ ഭർത്താവാകുമ്പോൾ അത് കുടുംബം മാറിയല്ലോ സുഹൃത്തുക്കളെ. തീർന്നില്ല, ഇനിയും കേൾക്കുക കൂടത്തായി ഫൈസിയുടെ ഇ കെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരം. ശംസുൽ ഉലമയുടെ അനിയന്മാരായ ഇ കെ അബ്ദുറഹിമാൻ, അതേപോലെ ഇ കെ ഉസ്മാൻ മുസ്ലിയാർ, ഇ കെ അലി മുസ്ലിയാർ, ഇ കെ ഉമർ മുസ്ലിയാർ, ഇ കെ ഹസൻ മുസ്ലിയാർ, ഇവരെല്ലാം കാന്തപുരം വിഭാഗം ഉടലെടുക്കുന്നതിന്റെ മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് ജീവിക്കുകയും സമസ്തയ്ക്ക് വേണ്ടി പൊരുതുകയും സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മഹാന്മാരായ ആലിമീങ്ങളാണ്. എന്നാൽ കാന്തപുരം വിഭാഗം ഉടലെടുത്തതിന്റെ ശേഷം ശംസുൽ ഉലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഇ കെ അഹമ്മദ് ഹാജി, അദ്ദേഹം ശംസുൽ ഉലമയുടെ അതേ ആശയമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയക്കാരൻ തന്നെയായിരുന്നു. തൃശൂർ ജില്ലയിലെ
മുറ്റിച്ചൂൽ എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനുണ്ട്. കഴിഞ്ഞ 7 കൊല്ലം മുമ്പാണ്, ഏകദേശം 7 കൊല്ലം മുമ്പാണ് അദ്ദേഹം വഫാത്തായത്. EK അഹമ്മദ് ഹാജി എന്ന ശൈഖുന ശംസുൽ ഉലമയുടെ അനിയൻ സജീവ സമസ്തയുടെ പ്രവർത്തകനായിരുന്നു. കാന്തപുരം വിഭാഗത്തിന്റെ രൂപീകരണത്തിന്റെ ശേഷം തന്നെ സമസ്തയുടെ ആളായിരുന്നു. ശംസുൽ ഉലമയുടെ സഹോദരങ്ങളായ EK ഉസ്മാൻ മുസ്ലിയാർ, EK അലി മുസ്ലിയാർ, EK ഉമർ ഹാജി, EK ഹസൻ മുസ്ലിയാർ എന്നിവർ പിളർപ്പിന് മുമ്പ് സമസ്തയിൽ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ പിളർപ്പിന് ശേഷം ആരുടെ കൂടെയാണ് പ്രവർത്തിച്ചത് എന്ന കാര്യം കൂടത്തായി ഫൈസി വിഴുങ്ങിക്കളഞ്ഞു. പിന്നീട് പറയുന്നത് ശംസുൽ ഉലമയുടെ അനിയനായ EK അഹമ്മദ് ഹാജി പിളർപ്പിന് ശേഷവും ചേളാരി സമസ്തയിൽ പ്രവർത്തിച്ചു എന്നാണ്. എന്നാൽ അഹമ്മദ് ഹാജിയുടെ മകൻ പറയട്ടെ തന്റെ ഉപ്പ ആരുടെ കൂടെയാണ് പ്രവർത്തിച്ചതെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖുന മുറ്റിച്ചൂർ EK അഹമ്മദ് ഹാജിയുടെ മകൻ EK അബ്ദുള്ള സഖാഫിയാണ് സംസാരിക്കുന്നത്. വാട്സപ്പിലൂടെയെല്ലാം കൂടത്തായിക്കാരൻ ഒരു ഫൈസിയുടെ ചില വാക്കുകൾ കേൾക്കാൻ സാധിച്ചു. അദ്ദേഹം അതിൽ പറയുന്നത് മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി പൂർണ്ണമായും ചേളാരി വിഭാഗത്തിന്റെ കൂടെയായിരുന്നു എന്നാണ്. അത് പരിപൂർണമായും ശുദ്ധ കളവാണെന്നാണ് എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മുറ്റിച്ചൂർ അഹമ്മദ് ഹാജിയുടെ ജീവിതകാലത്ത് മഹാനായ കമറുൽ ഉലമ കാന്തപുരം ഉസ്താദും താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുറ്റിച്ചൂരിൽ തന്റെ വസതിയിൽ വരികയും അഹമ്മദ് ഹാജിയെ സന്ദർശിക്കുകയും ദുആ ചെയ്ത് ദുആ വസിയത്തോടെ മടങ്ങുകയും ചെയ്യുന്ന കാഴ്ച സുന്നി കേരളം കുറെ കണ്ടതാണ്. അതിനൊക്കെ പുറമെ മർക്കസിൽ നടക്കുന്ന മഹാസമ്മേളനങ്ങളിൽ അവിടുത്തെ ദിക്ർ ഹൽക്കക്ക് നേതൃത്വം നൽകാൻ ക്ഷീണം വകവെക്കാതെ മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി എല്ലാ സമ്മേളനങ്ങളിലും പോയതും നാം കണ്ടതാണ്. തന്റെ വഫാത്തിന്റെ തൊട്ട് മുമ്പത്തെ വർഷം വരെ മർക്കസിൽ പോയി ദുആ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി വളരെ ഉത്സാഹത്തോടെ പോയിരുന്നു. തന്റെ അവസാനമായ ഹജ്ജ് യാത്ര അത് പോയത് SYSന്റെ മഹാനായ കാന്തപുരം ഉസ്താദക്ക് നേതൃത്വം നൽകുന്ന SYSന്റെ ഗ്രൂപ്പിലായിരുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി പൂർണ്ണമായും ചേളാരി വിഭാഗത്തിന്റെ കൂടെ അല്ല, മറിച്ച് കാന്തപുരം ഉസ്താദിന്റെയും അദ്ദേഹം നയിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ കൂടെയും ആയിരുന്നു എന്നാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ദർസ് ജീവിതം കഴിഞ്ഞ് കോളേജിലേക്ക് പോകാൻ സമയത്ത് ഉപ്പയോട് ചോദിച്ചു ഞാൻ എവിടേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോ എന്നോട് എന്റെ മുമ്പിൽ പറഞ്ഞത് 3 കോളേജാണ്. അതിലൊന്ന് ഹിയാസുന്നയും മറ്റൊന്ന് ഈ ഉള്ളാൾ സയ്യിദ് മദനി കോളേജും മറ്റൊന്ന് മർക്കസുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മർക്കസിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഞാൻ ചോദിക്കുന്നു പൈസയോട്, നിങ്ങൾക്കും കുറെ കോളേജുകൾ ഉണ്ടല്ലോ, എന്തുകൊണ്ട് മഹാനായ ശംസുൽ ഉലമയുടെ അനിയൻ എന്ന പരിഗണന വെച്ചുകൊണ്ട് നിങ്ങളുടെ പട്ടിക്കാട് കോളേജ് അതുപോലെ നന്ദി കോളേജ് ഇവിടൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ സമ്മേളനങ്ങളിൽ നിങ്ങളെ ആളാണെങ്കിൽ മുറ്റിച്ചൂർ അഹമ്മദ് ഹാജിയെ നിങ്ങൾ എന്തുകൊണ്ട് ക്ഷണിക്കുന്നില്ല? ഇതുവരെ അവിടുത്തെ സമ്മേളനങ്ങൾക്ക് വന്നതായി തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി ഏതെങ്കിലും പട്ടിക്കാട് സമ്മേളനങ്ങളിലോ നന്ദി കോളേജ് സമ്മേളനങ്ങളിലോ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും കോളേജിലുകളോ വന്ന് സമ്മേളനങ്ങൾക്കോ ദുആ സമ്മേളനങ്ങൾക്കോ നേതൃത്വം നൽകിയായി തെളിയിക്കാൻ സാധിക്കുമോ എന്നാണ് എനിക്ക് ഈ ഫൈസിയോട് ചോദിക്കാനുള്ളത്. അതൊരു മുറ്റിച്ചൂർ അഹമ്മദ് ഹാജിയുടെ കാര്യമാണെങ്കിൽ മറ്റു ജ്യേഷ്ഠന്മാർ മഹാനായ EK ഹസൻ മുസ്ലിയാർ അനിയൻ, EK അഹമ്മദ് ഹാജിയുടെ അനിയനാണ് EK ഹസൻ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് കോയ സഖാഫിയാണ് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ മകളെ വിവാഹം ചെയ്തിട്ടുള്ളത്. വേറൊരു മൂത്താപ്പ EK ഉസ്മാൻ മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് ഹസനിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ മകളെ വിവാഹം ചെയ്തിട്ടുള്ളത്. ഇതിൽ മറ്റൊരു അളാപ്പിയുടെ മകൻ EK അബ്ദുള്ള മുസ്ലിയാരുടെ മകൻ കാസിം ഹസനിയാണ് AP മുഹമ്മദ് മുസ്ലിയാരുടെ മകളെ വിവാഹം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം സമസ്ത പിളർന്നതിന് ശേഷമുണ്ടായ കല്യാണങ്ങളാണ്, അതിന് മുമ്പ് നടന്നതല്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കുടുംബപരമായും ആദർശപരമായും പൂർണ്ണമായും EK കുടുംബം, EK അഹമ്മദ് ഹാജി, EK ഹസൻ മുസ്ലിയാർ, EK ഉമർ ഹാജി, EK ഉസ്മാൻ മുസ്ലിയാർ, EK അലി മുസ്ലിയാർ ഇവരെല്ലാം പൂർണ്ണമായും മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കൂടെയാണെന്ന്
പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും സത്യം മനസ്സിലാക്കി സത്യം ഗ്രഹിച്ചുകൊണ്ട് നീങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയുമുള്ള കുപ്രചാരണങ്ങളിൽ ആരും പെട്ടുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. EK കുടുംബം ആരുടെ കൂടെ? EK കുടുംബത്തിലെ മുതിർന്നവരുടെ പ്രതികരണങ്ങൾ, ശംസുൽ ഉലമയുടെ ജീവിതകാലത്ത് നടന്ന സംഭവങ്ങൾ തുടർ ദിവസങ്ങളിൽ KMAC ന്യൂസിൽ കേൾക്കാം.